കിളിക്കുഞ്ഞൊന്ന് നാട് കാണാൻ ഇറങ്ങിയതാ. അപ്പോഴേക്കും കാക്കകളെല്ലാം കൂടി ഓടിച്ചിട്ട് അതിനെ അവിടെ പറപ്പിച്ച് വിട്ടു. അതിൻ്റെ ഭാഗ്യത്തിന് ഞാൻ കണ്ടു. ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്നതാ. അല്ലെങ്കിൽ അന്ന് തന്നെ കാക്കകൾ അതിനെ കൊത്തി തിന്നാനെ. അപ്പനും അമ്മയും കൂടി പറക്കാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അത് ഇങ്ങനെയായി. അങ്ങനെ എൻ്റെ കയ്യിൽ പെട്ട് ഞാനതിന് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു, കൊണ്ടുവന്ന് കൂട്ടിൽ ആക്കി കൊടുത്തു. ഇത് അതുങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ വരുന്നതിന് മുമ്പുള്ള ഭാഗമാണ്. 2 കുഞ്ഞുങ്ങൾ, 2 മുട്ടയിട്ടുണ്ടായി, അത് രണ്ടും വിരിഞ്ഞു. അങ്ങനെ അതുങ്ങൾ രണ്ടും സുഖമായി ഉറങ്ങുന്ന ടൈമിൽ എടുത്തതാണ്. അതിൻ്റെ കാരണന്മാർ കണ്ട അപ്പം നമ്മളെ കൊത്തൂല, പക്ഷെ നമ്മളിങ്ങനെ സൈഡിൽ കൂടി, തലയുടെ സൈഡിൽ കൂടി ഓടി പറന്നിങ്ങ് വരും. അപ്പം നമ്മൾ വിചാരിക്കും കൊത്തുമെന്ന്. പക്ഷെ നമ്മൾ ഉപദ്രവിക്കുകയല്ല, നമ്മൾ പീഡിപ്പിക്കുന്ന രീതിയിൽ പറക്കും അതിങ്ങനെ. കുഞ്ഞുങ്ങൾ നല്ല ഉറക്ക ടൈമിൽ എടുത്തതാണ്. അതിൻ്റെ അപ്പനും അമ്മയും കണ്ടാൽ അവിടെ എങ്ങും നിർത്തില്ല. ഇവരുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. നമ്മൾ ആ കൂടിൻ്റെ പരിസരത്ത് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കാൻ, കാക്ക വരുന്നുണ്ടോ എന്ന് നോക്കാൻ. കാക്ക വന്നാലാണെങ്കിൽ 1 2 പക്ഷെ അപ്പനും അമ്മയും മാത്രമല്ല, ആ ടൈമിൽ ഇവർ വിസിലൂതി ഒത്തിരി ഇവരുടെ അതേ പക്ഷികൾ ഓടി എവിടെ നിന്ന് എത്തണമെന്ന് അറിയില്ല. അമ്മ വന്ന് അടയിരിക്കുന്ന ഭാഗമാണിത്. അതിങ്ങനെ വന്ന് പറന്ന് ഓടി അതിൻ്റെ പുറത്തങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറന്നിട്ടങ്ങനെ ഇരിക്കും. ഭക്ഷണം വിരിഞ്ഞ ശേഷം ഭക്ഷണം പിടിന്ന് അപ്പനും അമ്മയും മാറി മാറി ഇങ്ങനെ കൊണ്ടുവന്ന് അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഈ ഫ്രൂട്ട്സ്, പപ്പായ അങ്ങനെയുള്ള സാധനങ്ങൾ. ഞാൻ അവിടെ ഫ്രണ്ടിൽ പഴം എടുത്ത് വെക്കും, ചെറുപഴം. അത് കൊത്തിയെടുത്ത് അത് കുഞ്ഞിൻ്റെ വായിൽ വെച്ചു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞിൻ്റെ വായ തുറന്ന് അതുങ്ങളിങ്ങനെ കരയും. തുറന്ന് വെച്ച് കണ്ട ഇതുപോലെ അമ്മയുടെ ശബ്ദം, കിളി ഉണ്ടാക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഈ ടൈമിൽ ഒരു കുഞ്ഞിനെ ഏതോ കാക്ക എന്തോ കൊണ്ടുപോയി. ഞാനും അറിഞ്ഞില്ല, അത് ഓടിക്കാനും പറ്റിയില്ല. പാവം ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോയി. അപ്പനും അമ്മയും ഡ്യൂട്ടി ചേഞ്ച് ചെയ്തെന്നുള്ള പോലെ ഓരോരുത്തരും മാറി മാറി ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കും. അവിടെ വന്ന ലൈനിൽ ഇങ്ങനെ വന്നിരിക്കുക. അമ്മ കൂട്ടിലാണെങ്കിലും അച്ഛനാണ് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് കുഞ്ഞിങ്ങനെ നോക്കുന്നത്. എന്നിട്ട് അതിനോട് അച്ഛനമ്മ എത്ര ശ്രദ്ധയിലാണ് ആ കൂടിൻ്റെ അങ്ങോട്ട് ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. കലണ്ടറിൽ കാണാൻ സെയിം ഇതാണ്. ഇത് കുഞ്ഞിന് രോമമൊക്കെ വന്ന് ചിറകൊക്കെ ഒന്ന് നിവർത്തി അത് അതിൻ്റെ അകത്ത് രോമമൊക്കെ ഒന്നിങ്ങനെ ചീവിരിക്കുന്ന ഭാഗമാണ്. കുറച്ചൊക്കെ ആയിട്ട് വളർന്ന് ആ ഭാഗമാണത്. കണ്ടോ, അവനവിടെ ഇരുന്ന് ഇങ്ങനെ അനങ്ങിയിരിക്കും. താഴോട്ടൊന്നും ചാടില്ല.
അമ്മയുടെ ശബ്ദം കേട്ടാൽ അപ്പം ഉണരും, എത്ര ഉറക്കത്തിലിരിക്കുന്നുണ്ടെങ്കിലും. നമ്മളിങ്ങനെ നോക്കി നോക്കി വേണം എടുക്കാൻ ഫോട്ടോസ്. ഓരോരുത്തരും മാറി മാറി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. എപ്പോഴും അതിൻ്റെ ചുണ്ടിൽ ഫുഡ് ഉണ്ടാവും. ഓരോരുത്തരും മാറി മാറി പിടിപിടിയെന്ന് വളർത്തിയെടുക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയിട്ടാണ് കാക്ക വന്ന് പണി ചെയ്യുന്നത്. കണ്ടോ കുട വെച്ച് കൊടുത്തിരിക്കുന്നത്. കാക്ക വല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനൊരു കറുപ്പ് കണ്ട കാക്ക വരില്ലല്ലോ, അതിന് വേണ്ടി കുട വെച്ച് മറിച്ച് കമ്പൊക്കെ വെച്ച് ആ കൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. എൻ്റെ കുഞ്ഞതിനകത്ത് നിന്ന് കാണാം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അല്ലെങ്കിൽ ആ കുഞ്ഞിനെയും നഷ്ടപ്പെടൂലേ, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു കവചം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. കണ്ട, 真的。 എടുക്കണോ? 真的。
ഇത് ഞാൻ സ്റ്റെപ്പിൽ പഴം വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അമ്മക്കിളി വന്ന് കൂട്ടിൽ കുഞ്ഞിന് കൊണ്ട് കൊടുക്കുന്നതാണ്. നമ്മളെ കണ്ട ഓടിക്കളയോട്ടാ. ഇത് കുഞ്ഞിനെ പുറത്തിറക്കി പറക്കാൻ പഠിപ്പിക്കുന്ന ഭാഗമാണ്. അവർ തന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇത്തിരി പറന്ന് വേഗം കുഞ്ഞൊപ്പം പറന്ന് അമ്മയും അപ്പനും അപ്പുറവും ഇപ്പുറവും ഉണ്ടാവും. ഭയങ്കര കെയറിങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ കാക്ക മാവൊക്കെ അടുത്തുള്ളതുകൊണ്ട് കാക്കയുടെ ശല്യം ഭയങ്കരമാണ്. കണ്ട കുഞ്ഞവിടെ ഉണ്ട്. അതിൻ്റെ ചുറ്റിപ്പറ്റി അമ്മയും അതിൻ്റെ അപ്പനും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും പറന്ന്. ഇത് ഇത്തിരി പറന്ന് കാണിക്കും, അപ്പോൾ കുഞ്ഞിത്തിരി പറക്കും. അങ്ങനെ പറന്ന് ഇങ്ങനെ കുറേ പ്രാക്ടീസ് കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനതൊക്കെ എടുത്തു എന്നില്ല. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ച് നോക്കണം, എന്നാലേ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് മതിലിൽ ഇരിക്കും. അതിന് ഒളിച്ചാണ് ഇയാൾ പറക്കണത്. കാക്ക ഇങ്ങനെ ചുറ്റും വട്ടം നടക്കുന്നുണ്ട്. ഞാനും കൂടെ നിൽക്കും കാക്കനെ ഓടിക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അന്ന് എന്നെ കൊണ്ടുകൊണ്ട് പോയില്ലേ. അതുകൊണ്ട് രണ്ട് കിളികൾ എത്രയെന്ന് വെച്ച് ഓടിക്കാനാണ്. ഞാനും അതിൻ്റെ ഒപ്പം ഇങ്ങനെ കുഞ്ഞിനെ പറക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ അപ്പോൾ ഒപ്പം നിൽക്കും. പുറത്തിറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ എങ്ങോട്ടോ കൊണ്ടുപോയി കുഞ്ഞിനെ. പിന്നെ അത് കൂട്ടിൽ തിരിച്ച് കയറിയിട്ടില്ല. പറക്കാൻ ഇറക്കിയ ശേഷം അതുവരെയും കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അത് പറന്ന് തിരിച്ചാണെങ്കിൽ പിച്ച വെച്ച് തുടങ്ങി പിടിപിടിന്ന് പറക്കാനായി കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ ഓർത്ത് പറന്ന് അത് താഴെ വീഴുകയൊക്കെ ചെയ്യും. ഒന്നും സംഭവിച്ചില്ല. പറന്നങ്ങോട്ട് വന്ന് കുറച്ചായിട്ട് അത് പറക്കാൻ. ആദ്യത്തെ ദിവസം മാത്രം ഇങ്ങനെ പറക്കാൻ ഇറങ്ങിയിട്ട് കാക്ക വന്ന് അതിനെ ഓടിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വെച്ച് കുറച്ചും കൂടിയൊക്കെ ഒന്ന് രോമമൊക്കെ ആയ ശേഷമാണ് സന്ധ്യയാകുമ്പോൾ കൂട്ടിക്കൊണ്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കണുണ്ടെന്ന് തോന്നണം. അമ്മ അപ്പം തന്നെ പറന്നെത്തും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും എടുത്ത് ഞാൻ എൻ്റെ അകത്ത് കാട്ടൺ ബോക്സിലാക്കി പഴം ഒക്കെ ഞാൻ തന്നെ വായിൽ ചെറിയ ഇങ്ങനെ ചതച്ചിട്ട് വായിൽ വെച്ചിട്ടുണ്ട്. അപ്പം പിടിപിടിന്ന് ഇങ്ങനെ കൊത്തി തിന്നാൻ അറിയില്ലല്ലോ. വായിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് ടപ്പട്ടപ്പാന്ന് വിഴുങ്ങും. ഇങ്ങനെ പിടിപിടിയുന്ന ആളൊന്ന് അരികായി പറക്കാനായെന്നുണ്ടപ്പോൾ അങ്ങ് കൂട്ടിലേക്ക് വെക്കേണ്ട താമസമുള്ളൂ. അപ്പനും അമ്മയും കൂടി വന്ന് ഒപ്പം ഇതും അങ്ങോട്ട് പറഞ്ഞു. അതുങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് മനസ്സിലായി എൻ്റെ അപ്പനും അമ്മ എത്തിയെന്ന്. ഒപ്പം പറന്ന് എനിക്കതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് പറന്ന് പോകുന്നു ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ. അതുകൊണ്ട് എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്നാലും ഓരോ സീനും വിട്ടുപോകാതിരിക്കാൻ ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഇതിൽ. ഞാനിങ്ങനെ ഓരോന്ന് നോക്കി ഓരോ സെക്കൻഡ് കാക്കട വെച്ച് വരുമ്പോഴൊക്കെ എനിക്കിവിടെ ജ്വരം. വീട്ടിൽ പണിയെടുക്കണേക്കാളും കൂടുതൽ മറ്റൊരു കുഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിനെ അത് കൊണ്ടുപോകുമോ എന്നുള്ള വെപ്രാളമായിരുന്നു എനിക്ക്. അപ്പനും അമ്മയും പറന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനം. വൈകുന്നേരമൊക്കെ നോക്കി, പക്ഷേ വീട് തിരിച്ച് കൊണ്ടുവന്നില്ല അത് കുഞ്ഞിനെ. അതങ്ങനെ പറത്തി പഠിപ്പിച്ച് അവരങ്ങ് കൊണ്ടുപോയി. ഇപ്പോഴും ഇതുങ്ങളിങ്ങനെ നടക്കേണ്ടത് കുഞ്ഞ് വലുതായതാണോ ചെറുതായതാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങനെ കുറേ സന്തോഷങ്ങൾ അതിൽ നിന്ന് കിട്ടി. കിളികളുടെ കണ്ട അതങ്ങനെ ചെറുതായിട്ടാണെന്ന് മനസ്സിലാവുമോയെന്ന് അറിയില്ല. നല്ലത് കാണാം അതിൻ്റെ അകത്ത്. കുഞ്ഞിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് അപ്പനമ്മ ഇങ്ങനെ സ്ഥിരമുണ്ട്. കുഞ്ഞധികം ദൂരത്ത് പറക്കില്ല, കുറേശ്ശെ പറക്കുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞ് പിറന്ന് പോയി. ഇവിടെയൊക്കെ ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നത്. ആ മതിലിൻ്റെ അവിടെ ലാസ്റ്റ് വന്നിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്ലാവിൻ്റെ അങ്ങോട്ടും പറന്ന് പോയി. പിന്നെ അത് അങ്ങോട്ട് ഓരോരോ മരങ്ങൾ കയറി കാരണം ആ സമയത്തൊക്കെ കാക്കകളുടെ ഭയങ്കര ശല്യമായിരുന്നു.
ഞാനിവിടെ കല്ല് കൂട്ടി വെച്ചിട്ട് ഞാൻ കാക്കനെ എറിയലായിരുന്നു. എറിഞ്ഞ് ഞാൻ ഓടിച്ച് ഞാൻ നടക്കുമായിരുന്നു ഇതുങ്ങൾക്ക് ഒപ്പം. അല്ലെങ്കിൽ ഈ 2 കിളികൾ കൊണ്ടൊന്നും കാക്കകളെ മേയ്ക്കാൻ പറ്റിയൊന്നുമില്ല. കുഞ്ഞിതൊന്നും ശ്രദ്ധിക്കാണ്ട് ഓരോ കമ്പുകൾ ചാടി അവൻ ഇങ്ങനെ പറക്കാൻ കിട്ടിയൊരു അവസരം എന്നുള്ള പോലെ അവൻ ഹാപ്പിയായിട്ട് നടക്കുന്നത്. പക്ഷേ അപ്പനും അമ്മയും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യണ ഞാൻ കണ്ടു ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാനായിട്ട്. കാക്കകളിങ്ങനെ കൂട്ടത്തോടെ വന്ന് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും. കുഞ്ഞു കിളികളല്ലേ, അതുങ്ങൾ വന്ന് ആ കുഞ്ഞ് കയറിപ്പോണണ്ട ഇങ്ങനെ ഇതിൻ്റെ ഇരിക്കണത് ഇലയുടെ മറവിലായിട്ടൊക്കെ ഇരിക്കണത് കണ്ട. ഇപ്പോൾ ആ മണി പ്ലാന്റിൻ്റെ ഇലയുടെ അടിയിൽ കുഞ്ഞ് ഇലയാണെങ്കിൽ അതിൻ്റെ അടിയിലാണ് ഇരിക്കണം, ഒളിച്ചിരിക്കണായിരിക്കാം ചിലപ്പോൾ. അങ്ങനെയായിരിക്കുന്നത്. കുഞ്ഞായതുകൊണ്ട് എനിക്കും ഇലയുടെ ഇടയിലിരിക്കുമ്പോൾ എനിക്കും അത് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പറന്ന് വന്നത് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെയൊക്കെ പോയി നോക്കിയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. ക്ലിയറായി കിട്ടണമെങ്കിൽ തന്നെ അവിടെ ആ ചെടിയുടെ ഇടയിൽ പോയിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കണ്ടോ അവൻ അവിടെ ഇലയുടെ ഇടയിൽ അങ്ങ് നിൽക്കുവാണ്. കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ അവന് ചിറക് കഴക്കണുണ്ടാവുമായിരിക്കും. പിന്നെ അതിങ്ങനെ റെസ്റ്റ് എടുക്കും ഏതെങ്കിലും ഇലയുടെ അടിയിൽ. അത് കഴിയുമ്പോൾ അപ്പനും അമ്മയും വന്ന് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത്തിരി പറക്കും. കുറേ നേരം ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് പറന്ന് മതിലേക്ക് കയറിയിരുന്നു. മതിലേലിരിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാക്കക്ക് കൊത്തിയെടുത്തുകൊണ്ട് പോകാൻ വളരെ ഈസിയല്ലേ. ഇതിനറിയില്ലല്ലോ കാക്ക കൊത്തി കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ ടെൻഷൻ പിടിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമില്ല, അപ്പനും അമ്മയും കൊത്താൻ ഓടിച്ചിരുമ്പോൾ അത് പോകും. പക്ഷേ അതുങ്ങളും ചെറുതായിട്ട് അതിനിട്ടും തിരിച്ച് കൊത്തിയാലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ കുറേ അന്നത്തെ ദിവസം ഒരു പണിയും നടന്നിട്ടില്ല വീട്ടിൽ. ഇതിൻ്റെ പുറകെ അന്ന് മുഴുവനും ഇതിൻ്റെ പറക്കൽ പഠിപ്പിക്കലായിരുന്നു. അന്ന് വൈകിട്ട് അവരെവിടെയോ അപ്പൻ താമസിക്കുന്നിടത്തായിരിക്കും. രാത്രി അമ്മ മാത്രമേ കൂട്ടിലുണ്ടാവാറുള്ളൂ. അപ്പൻ പക്ഷെ വെളുപ്പിനെ എത്തും. അപ്പൻ താമസിക്കുന്നിടത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ അതിനെ കണ്ടിട്ടില്ല. ആ പറക്കാൻ പഠിപ്പിക്കാൻ പുറത്തിറക്കിയ ശേഷം കാക്ക പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 4-5 ദിവസം എൻ്റെ കയ്യിലായിരുന്നു ഭക്ഷണം കൊടുക്കലൊക്കെ ആയിട്ട്. രാത്രി കൂട്ടിക്കൊണ്ട് വെക്കും. അതുപോലെ രാവിലെ ഞാൻ അതിനെടുത്ത് വീണ്ടും പെട്ടിയിലാക്കും. 4-5 ദിവസം എൻ്റെ അടുത്തായിരുന്നു. എന്നിട്ട് കിളീനെ എടുത്ത് കാണിക്കും. അപ്പോൾ തന്നെ അതുങ്ങൾ ഈ അഴമേൽ വന്ന് ഇരിക്കും. എൻ്റെ ഫ്രണ്ടിൽ അഴമേൽ വന്നിരുന്ന് ഇത് കുഞ്ഞെൻ്റെ അടുത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് അതങ്ങ് പോവും, ഒച്ച ഉണ്ടാക്കും. അപ്പോൾ കുഞ്ഞിനും ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ, പെട്ടിക്കകത്താണെങ്കിലും ഇവരുടെ ഒച്ച കേട്ടിട്ട്. എന്നിട്ട് ഈ 4-5 ദിവസം കഴിഞ്ഞ് ഞാൻ കൂട്ടിക്കൊണ്ട് രാവിലെ വെച്ച് ഇത് ഇവിടെ ഉണ്ടിട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രണ്ടും കൂടി അത് നമുക്ക് ശരിക്കും അത് കണ്ടാൽ അതിൻ്റെ ഒരു ഫീല് അപ്പനും അമ്മയും 2 സൈഡും സെക്യൂരിറ്റീസ് പോണ മാതിരി സെൻറ്ററിൽ ഈ കുഞ്ഞും കൂടി നല്ലൊരൊറ്റ പറക്കൽ. അന്ന് പറന്ന് അപ്പനും അമ്മയും ഒപ്പം പറന്ന് പഠിച്ച് വൈകുന്നേരം പിന്നെ അതിനെ കൂട്ടി കയറിയില്ല. എനിക്ക് തോന്നുന്നു 4-5 ദിവസം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാവാം പകൽ. അതിന് വൈകിട്ട് പിന്നെ അവർ കൂട്ടിൽ വെച്ചില്ല. പക്ഷെ ഞാൻ ഇതുങ്ങളെ കാണിച്ചു, എൻ്റെ അടുത്ത് ഉണ്ട് എന്ന് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇതിനെ അന്വേഷിച്ച് ഇവരിങ്ങനെ വെച്ചുണ്ടാക്കി ഇവിടെ എൻ്റെ കാർ ഷെഡിൻ്റെ അവിടെയും ഒക്കെ ഇങ്ങനെ വരും. അങ്ങനെ അത് കുഞ്ഞാണായിരിക്കണം മതിലയിൽ. ആ സമയത്തൊക്കെ അപ്പനും അമ്മയും ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഭക്ഷണം അത് ദൂരെ പോയി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ പഴം എടുത്ത് കിണറിൻ്റെ അവിടെ വെച്ചപ്പോഴത്തേക്കും വേഗം അപ്പനും അമ്മയും അവർക്കും കഴിക്കണമല്ലോ. അപ്പനും അമ്മയും വന്ന് ഭക്ഷണമൊക്കെ പഴം എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. കണ്ട, അതിൻ്റെ ചുറ്റുമുണ്ട് 2 പേരും ഉണ്ട്, അപ്പനും ഉണ്ട് അമ്മയുണ്ട്.
ആ ഒരു കുഞ്ഞിനെ കാണാണ്ട് പോയ ശേഷം ഇവരുടെ കുറേ കിളികളുണ്ടായിരുന്നു. ഇവർക്ക് സപ്പോർട്ടിനായിട്ട് വന്നതാവും. അപ്പനും അമ്മയും കൂടാതെ സെയിം ഇതേപോലത്തെ സെയിം കിളികൾ. അതിനു മുമ്പ് അത്രയും കണ്ടിട്ടില്ല ഞാൻ. ഇപ്പോഴും ആ കൂട് അവിടെ, കുഞ്ഞില്ലെങ്കിൽ ആ കൂട് അവിടെ ഉണ്ട്. ഞാൻ അടുത്ത് മാറ്റിയിട്ടില്ല. അടക്കാക്കിളി വന്നിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം. ഇത് മുട്ടയൊന്നും ഇട്ടില്ല. പക്ഷേ അടക്കാക്കിളി നമുക്കിവിടെ സ്ഥിരം വന്നു പോകണോണ്ട് എവിടെയാണെന്ന് അറിയില്ല. അടക്കാക്കിളി എൻ്റെ മുന്തിരിയുടെ ഇലയുടെ അടിയിലിരുന്ന് ഉറങ്ങും രാത്രി. ഇപ്പം മഴയുള്ളതുകൊണ്ട് എന്താണാവോ വരുന്നില്ല മുന്തിരിയുടെ ഇലയുടെ അടിയിലിരിക്കാൻ. പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അതിനെ. മുന്തിരിയുടെ ഇലയുടെ അടിയിൽ ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് ഉറങ്ങും. പക്ഷെ പിടിച്ചാൽ അതിൻ്റെ ആ ഒരു പേടി പോവും, പേടി ആയിപ്പോവും. അവർക്ക് ആ ഒരു സന്തോഷത്തോടെ പറന്ന് നടക്കാനുള്ള ഒരു ഫ്രീഡം പോകും. ഈ പരിസരത്തൊന്ന് പോയി കളയും. അതുകൊണ്ട് ഒന്നിനും കുഞ്ഞിന് പിന്നെ കാക്ക പിടിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ എടുത്തൊന്ന് ഇച്ചിരി വളർത്തിയെടുത്തിട്ട് അപ്പനും അമ്മക്കും കൊടുക്കാമെന്ന് വെച്ച് എടുത്ത് വെച്ചത്. അല്ലാണ്ട് അപ്പനും അമ്മയും വളർത്തി വരുമ്പോൾ മറ്റേ കുഞ്ഞിനെ എങ്ങനെ പോയെന്ന് പോലും അറിയില്ല. 2 മുട്ടയിട്ട് 2ഉം വിരിഞ്ഞതാണ്. നല്ല മിടുക്കി കുഞ്ഞ്, മിടുക്കിയോ മിടുക്കനോ. അതിൻ്റെ അവിടെ കുറേ നേരം ഇരുന്നു. അതിന് പ്ലാവിൻ്റെ അങ്ങോട്ട് പറന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി എന്ന് എനിക്ക് തോന്നണത്. കാക്കകളുടെ മേടായിരുന്നു. കല്ല് പെറുക്കി വെച്ച് നോക്കി നിന്ന് ഓടിച്ചോടിച്ച് ഞാൻ അവശതയായി. കൈയുടെ ഓരോ വേദനയായിരുന്നു അന്ന്. കല്ല് ഇങ്ങനെ എറിയണ്ടേ ദൂരക്ക്. അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊന്നും പോരുന്നല്ല, നേരെ മേളിലേക്ക് തന്നെ പോകണ്ടേ. ഭയങ്കര ചിറക് മാന്തലും എന്താ ഒരു വലിയ കിളി കാണിക്കണ പോലെയൊക്കെ ഇരുന്ന് കാണിക്കണം. എൻ്റെ ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയിട്ടൊക്കെ കിട്ടുള്ളൂ. നോക്കണണ്ട. മതിലല്ല ഇത്രയും ടൈം ഇരുന്നത്. ബാക്കി ചെടികളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഒളിച്ച് പോവും. അതിങ്ങനെ നടന്നു. കണ്ട ആ പരിസരത്ത് തന്നെയാണ് അമ്മയും അപ്പനും മാറാണ്ട് നടക്കുവാണ് അവർ 2 പേര്. മക്കളോടുള്ള കാരണന്മാരുടെ സ്നേഹം, കരുതൽ, അതൊക്കെ തന്നെയാണ് ഇതും കാണുന്നത്. സ്വന്തം കുഞ്ഞിനോടുള്ള ഒരു കരുതലാണത്. ഇത് അടക്കാക്കിളിയാണ്. അവിടെ നിന്ന് പറഞ്ഞിട്ടാ അവിടെ എവിടെയോ ചെറിയ ഇലകളുടെ ഇടയിലോട്ട് വീഴുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല, ഞാനും തപ്പുവാണ് അവിടെ. കണ്ട അവിടെ വന്ന് താഴോട്ടാ വന്ന് വീണത് പറഞ്ഞിട്ട് പോവും. കണ്ടോ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. കുറച്ച് നേരം 2 താഴെ. അത് കഴിഞ്ഞ് ആൾ പോയി.
കണ്ട, ഞാനത് ഇച്ചിരിയും കൂടി ക്യാമറയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാനത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വലുതാക്കി ഒക്കെ ഒന്ന് എടുത്താനെ. ആ ടൈമിലൊന്നും ഞാനിങ്ങനെ യൂട്യൂബ് തുടങ്ങുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് അത് അത്ര ക്ലിയറായിട്ടൊന്നും എനിക്ക് എടുക്കാനും അറിയില്ല.